പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ എളിമ കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ജൂലൈ മാസത്തിൽ ഒരുപാട് തിരുനാളുകൾ ഒരു മാസമാണ് അല്ലേ? വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാള്, അതേപോലെ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ, നമുക്ക് വളരെ പ്രിയപ്പെട്ട വിശുദ്ധ അൽഫോൻസാമ റോസാമിശിക മാതാവിൻ്റെ തിരുനാൾ, അങ്ങനെ ഒരുപാട് തിരുനാളുകളൊക്കെ ഉള്ളൊരു മാസത്തിൽ നമുക്ക് കർത്താവ് നമ്മൾ ഒരുമിച്ച് ചേർത്ത് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ പ്രത്യേക അഭിവാദ്യം ചെയ്യുന്നു കേട്ടോ. കുട്ടികൾക്ക് എപ്പോഴും ഒരു പ്രഥമ സ്ഥാനം അഭിഷേകാഗ്നിയിലും, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സേവക വട്ടാലച്ചിൻ്റെയും അച്ഛന്മാരുടെയും സിസ്റ്റർമാരുടെയും സെഹിയോൻ്റെയും എല്ലാ ശുശ്രൂഷകളിൽ ഒരു പ്രമുഖ സ്ഥാനം കുഞ്ഞുങ്ങൾക്കാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ അഭിഷേകാഗ്നിയുടെ തുടക്കത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആവസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് നമ്മളല്ല, നമ്മളിലൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ് വേണം എല്ലാം അധ്വാനിക്കാൻ. അപ്പോഴാണ് ഓരോ കാര്യങ്ങളും ദൈവഗത പ്രകാരം വിജയിച്ച് വരുള്ളൂ. നമ്മൾ തന്നെ അധ്വാനിക്കാൻ തുടങ്ങിയാൽ ഒരു സമയം കഴിയുമ്പോൾ മടുത്തിട്ട് ഇട്ടിട്ട് പോകും. പക്ഷേ നമ്മളാണ് ചെയ്യുന്നതെങ്കിലും പരിശുദ്ധാത്മാവ് റൂഹ നമ്മളിൽ നിന്ന് അധ്വാനിക്കുമ്പോൾ എല്ലാം വളരെ എളുപ്പമായി തീരും. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവുണ്ട്, ആത്മാവ് ആവസിക്കട്ടെ നമ്മൾ പാടുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആത്മാവ് ഉജ്ജ്വലിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപയുടെ ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സഭയിൽ ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലത്തെ ഉള്ള ആത്മാവ് അധ്വാനിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് വരണം. നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് തീരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ കൃപ വർഷിക്കണമേ. പരിശുദ്ധാത്മാവ് പലപ്പോഴും വേണ്ട വിധം പരിശുദ്ധാത്മാവിനെ മാനിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. വേണ്ട വിധത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന സ്നേഹിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. മാപ്പി ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ആവസിക്കണമേ, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ആവസിക്കണമേ, പരിശുദ്ധാത്മാവ് റൂഹായ ഞങ്ങളിൽ അധ്വാനിക്കണമേ. ഞങ്ങളല്ല, ഞങ്ങളുള്ള കൃപ അധ്വാനിക്കട്ടെ, കൃപയ്ക്ക് മേൽ കൃപ വ്യാപരിക്കട്ടെ. കരങ്ങൾ അടിച്ച് ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. എളുപ്പമാണ് പാടാം, ചേർന്ന് പാടാം. ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ദൂതന്മാരെ കാറ്റാക്കും, ശുശ്രൂഷകരെ തീയാക്കും. ദൂതന്മാരെ കാറ്റാക്കും, ശുശ്രൂഷകരെ തീയാക്കും. കൃപയ്ക്ക് മേൽ കൃപ ആവസിക്കട്ടെ, കൃപയ്ക്ക് മേൽ കൃപ അധ്വാനിക്കട്ടെ. കൃപയ്ക്ക് മേൽ കൃപ ആവസിക്കട്ടെ, കൃപയ്ക്ക് മേൽ കൃപ അധ്വാനിക്കട്ടെ. കൈ ഉയർത്തി കൈയടിക്കാവോ? ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, നന്നായി സ്തുതിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ വലിയ കൃപയുടെ അഭിഷേകം ഇപ്പോൾ പകരണം കർത്താവേ. ഓ പഴയ നിയമത്തിൽ ദാവീദിൽ ആത്മാവിന്റെ അഭിഷേകം ഉച്ചരിച്ചപ്പോൾ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ കീഴ്പ്പെടുത്തി. ഓ ദൈവമേ, അഭിഷേകത്തിന്റെ ശക്തിയാൽ ശത്രുക്കളെല്ലാം നിലപരിശാക്കുന്ന, ശത്രുവാകുന്ന പിശാചിനെ തോൽപ്പിക്കുന്ന ഉന്നതകരമായ അഭിഷേകം നിറയട്ടെ കർത്താവേ. കർത്താവെ, ഇപ്പോൾ പല വിധത്തിൽ പാപത്തോട് പൊരുതുന്ന, പാപത്തെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത, പ്രലോഭനത്തെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഓരോരുത്തരുടെ മേലും അഭിഷേകത്തിന്റെ ശക്തി നിറയട്ടെ, കൃപയുടെ ശക്തി നിറയട്ടെ, ഉണർവ് പ്രാപിക്കട്ടെ. ഗോലിയാത്തിൻ വീര്യം തകർത്ത ഇടയനെ പോലെ, ദൈവനാമ മഹത്വമുയർത്തിയ ദാവീദിനെ പോലെ. കൈയടിച്ച് ഗോലിയാത്തിൻ വീര്യം തകർത്ത ഇടയനെ പോലെ, ദൈവനാമ
ആത്മാവുയർത്തിയ ദാവീദിനെ പോലെ ശത്രുവൊരുക്കിയ സാത്താൻ കോട്ടകൾ തകർന്നു വീഴട്ടെ. ശത്രുവൊരുക്കിയ സാത്താൻ കോട്ടകൾ തകർന്നു കൈകൾ ഉയർത്തി. ആത്മാവെന്നിൽ ആവസിക്കട്ടെ. ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ഒരദാഹത്തോടെ ആത്മാവെന്നിൽ ആവസിക്കട്ടെ. ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ഓ കർത്താവെ, വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. വലിയ ഉണർവോടെ പ്രാർത്ഥിക്കുകയാണ്. വലിയ ഉണർവോടെ ഞങ്ങൾ ഇപ്പോൾ അപേക്ഷിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണം. വിശുദ്ധ എസ്തഫാനോസ് കർത്താവെ വലിയ ക്ഷമിക്കാൻ പറ്റാത്ത അത്ര വിഷമത്തിൽ നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് ആവശ്യിച്ചപ്പോൾ വളരെ എളുപ്പത്തിൽ ക്ഷമിച്ചല്ലോ. ശൗല് എത്രയോ വലിയൊരു വ്യത്യാസമാണ്. ഞങ്ങളതിൽ വിശ്വസിക്കുകയാണ്. കർത്താവെ, ദൈവമേ, ഞങ്ങൾക്ക് പലപ്പോഴും ക്ഷമിക്കാൻ പറ്റുന്നില്ല, വെറുപ്പിരിക്കുകയാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളും ഞെരുക്കളും മനസ്സിൽ വരികയാണ്. ഒരുപാട് സെൽഫ് ടോക്കുകളും വിധികളും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നൊമ്പരപ്പെട്ടതിന്റെ ഓർമ്മകൾ നടക്കുകയാണ്. ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിൽ സ്നേഹം വന്നിട്ടില്ല. കർത്താവേ, കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ആത്മാവ് അധ്വാനിക്കട്ടെ, കൃപ നിറയട്ടെ. കല്ലേറുകളുടെ മുന്നിൽ നിന്ന സ്റ്റീഫനെ പോലെ മരണം പുൽകി സ്വർഗം തുറന്ന സാക്ഷികളെ പോലെ. കല്ലേറുകളുടെ മുന്നിൽ നിന്ന സ്റ്റീഫനെ പോലെ മരണം പുൽകി സ്വർഗം തുറന്ന സാക്ഷികളെ പോലെ. സാവോളിന്റെ മാറ്റിമറിച്ചിട്ട് അധ്വാനിക്കട്ടെ. സാവോളിന്റെ മാറ്റിമറിച്ചിട്ട് അധ്വാനിക്കട്ടെ. കൈകൾ ഉയർത്തി. ആത്മാവെന്നിൽ ആവസിക്കട്ടെ. ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ. ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. പോരാ, അതിനെ നന്നായിട്ട് തുറക്കട്ടെ. സ്വരം നന്നായിട്ട് വീഴട്ടെ. മനസ്സ്, ശരീരം, ആത്മാവ് ഒരുപോലെ പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവ്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ല. എല്ലാം ഒരു നിസ്സംഗത, അലസത, നിരാശ. ദൈവം ഇങ്ങനെയുള്ളവരുടെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ആവസിക്കട്ടെ. ഓ ഞങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ, ഓ കർത്താവേ, പത്രോസ് ശ്ലീഹായിക്ക് വേണ്ടി ദൂരെ ഇരുന്നുകൊണ്ട് കർത്താവെ അന്നത്തെ ജനത മധ്യസ്ഥം പ്രാർത്ഥിച്ചപ്പോൾ ജയിലിൽ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തിയതുപോലെ ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ ആരാവസ്ഥയിൽ ഓരോരുത്തരും ശക്തി പ്രാപിക്കട്ടെ, ഉണർവ് പ്രാപിക്കട്ടെ കർത്താവേ, അഭിഷേകം പ്രാപിക്കട്ടെ കർത്താവേ. പൈശാചക്തികളെ ബന്ധിച്ചും ബഹിഷ്കരിക്കുന്നു. ആത്മാവിന്റെ പരിണാമ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ സ്വാധീനം വിട്ടുകൊണ്ട് അവിശ്വാസത്തെ ബന്ധിക്കുന്നു, നിരാശയെ ബന്ധിക്കുന്നു, ഭയത്തെ ബന്ധിക്കുന്നു, കുറ്റബോധത്തെ ബന്ധിക്കുന്നു. മനസ്സിന്റെ മുറിവുകൾ സൗഖ്യം പ്രാപിക്കട്ടെ, അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വയ ആരാധന, സ്വയ ആരാധന, സ്വയ ആരാധന, സ്വയ ആരാധന, സ്വയ ആരാധന, സ്വയ ആരാധന. പരിശുദ്ധാത്മാവിന്റെ പ്രിയപ്പെട്ട മണവാട്ടിയായ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്നത്തെ വിഷയം ആൾക്കാരെ കൂടെ നിർത്താനുള്ള പരിശ്രമം വിഗ്രഹാരാധനയാകാം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും മനുഷ്യനൊരു സമൂഹ ജീവി എന്ന നിലയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ സമൂഹമായിട്ട് ജീവിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അത് മതാത്മക ജീവിതത്തിലാണെങ്കിലും രാഷ്ട്രീയ ജീവിതത്തിലാണെങ്കിലും സാമൂഹിക ജീവിതത്തിലാണെങ്കിലും ദൈവത്തിലേക്ക് മനുഷ്യൻ അടുക്കുന്നതിന് പകരം തന്നിലേക്ക് തന്നെ മനുഷ്യനെ ചേർത്ത് നിർത്തുന്നത് വളരെ അപകടം ചെയ്യുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ചില വചനങ്ങളിലൊക്കെ കടന്നു പോകാം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ തിരുവചനം, 1 Kings chapter 12 verse 27. ഈ ജനം ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ ബലിയർപ്പിക്കാൻ പോയാൽ
യൂദാ രാജാവായ റഹോബോവാമിൻ്റെ നേർക്ക് അവരുടെ മനസ്സ് തിരിയുകയും അവർ എന്നെ വധിച്ചതിന് ശേഷം അവനെ അനുഗമിക്കുകയും ചെയ്യും. ജെറോബോവാമാണ് ഇവിടുത്തെ കഥാപാത്രം. ജെറോബോവാം അവിടെ രാജാവായി താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു പ്രതിസന്ധിയാണ്. അതായത് ദൈവജനം മുഴുവൻ ജെറുസലേമിലേക്ക് കർത്താവിൻ്റെ ഭവനത്തിൽ, കർത്താവിൻ്റെ ആലയത്തിൽ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജെറോബോവാം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്, അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജെറുസലേമിലേക്ക് കർത്താവിൻ്റെ ആലയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോയാൽ ഒരു അപകട സാധ്യത മുൻകൂട്ടി കാണുകയാണ്. അവിടെ റഹോബോവാം അവിടുത്തെ രാജാവ്. അപ്പോൾ ഈ ജനത്തിന് റഹോബോവാമിനൊരു ഇഷ്ടം തോന്നിയിട്ട്, അവൻ്റെ ഭരണത്തിൽ താല്പര്യം തോന്നിയിട്ട് അവൻ്റെ കൂടെ അങ്ങോട്ട് തിരിഞ്ഞാൽ ഒരു പക്ഷേ എന്നെ തന്നെ വധിച്ചതിന് ശേഷം അവര് ആ രാജ്യത്തിൽ ആ രാജാവിൻ്റെ കീഴിലായി പോകാം. എന്തൊരു കുബുദ്ധിയാന്ന് നോക്കി പിശാച് ഉപദേശിച്ച് കൊടുക്കുന്നത്. ഉടനെ ജെറോബോവാം ഒരു സ്റ്റെപ്പ് എടുത്തു. എന്താ സ്റ്റെപ്പ് എന്ന് നിങ്ങൾ കേൾക്കണം. അതേ അധ്യായത്തിൽ അടുത്ത വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ രാജാവ് ഒരു ഉപായം കണ്ടുപിടിച്ചു. സ്വർണം കൊണ്ട് 2 കാളക്കുട്ടികളെ നിർമ്മിച്ചിട്ട് അവൻ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേമിലേക്ക് പോകണ്ട, ഇസ്രായേൽ ജനമേ, ഇതാ ഈജിപ്തിൽ നിങ്ങളെ മോചിപ്പിച്ച ദേവന്മാർ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്തൊരു ഭയാനകമായ സ്ഥിതി ഞാൻ ചിന്തിച്ചു നോക്കി. ഈ റഹോബോവാമിനെയും ജെറോബോവാമിനെയും ഈ രാജ്യസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അതേ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ഈജിപ്തിൽ നിന്ന് എത്രയോ കഠിനമായിട്ട് ദൈവം ഇടപെട്ടിട്ടാണ് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്നത്, തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് എത്തിച്ചത്. എന്നിട്ട് പറയുന്ന പറച്ചിൽ നോക്കിയേ അല്ലേ, ഈജിപ്തിൽ നമ്മളെ കൊണ്ടുവന്ന ദേവന്മാർ ഇവരാണെന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിങ്കൽ അടുക്കിലേക്ക് ജനത്തെ അടുപ്പിക്കുന്നതിന് പകരം കർത്താവിൽ നിന്ന് ജനത്തെ അകറ്റുന്ന ഓരോ സ്റ്റെപ്പും ഒരു വിഗ്രഹാരാധനയിലേക്കുള്ള ചാലാണ്. നോക്കണം, ദൈവജനത്തെ കൂടെ നിർത്താൻ നടത്തുന്ന അഭ്യാസങ്ങൾ കൊണ്ടൊന്നും ജനം കൂടെ നിൽക്കുകയല്ല. ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടെങ്കിലേ ജനം ഒരുമിച്ച് കൂടുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് അത് ഏത് മേഖലകളിലാണെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഇപ്പോൾ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാരാധനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക്, ആത്മീയ കാര്യങ്ങൾക്ക് അതിനാണ് ജനം ദേവാലയത്തിൽ വരുന്നത്. അതിന് പകരം അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചാൽ, ഇങ്ങനത്തെ ധ്യാനം പരിപാടികളൊക്കെ വെച്ചാൽ അതിന് ജനത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് ജനത്തിൻ്റെ മനസ്സിന് യോജിക്കുന്ന തരത്തിലുള്ള, ജനത്തിൻ്റെ മനസ്സെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഒരു ദൈവകൃപയുടെ വെളിച്ചത്തിനല്ല. അതിനപ്പുറത്ത് യുവജനങ്ങളെ ആകർഷിക്കാനും ദൈവജനത്തെ ആകർഷിക്കാനും പള്ളിയുടെ കോമ്പൗണ്ടുകളും വേറെ പല കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവ പൈതലെ നോർത്തിരിക്കണം, വലിയ അപകട സാധ്യതയാണ്. ഇരിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ അതിന് മഴ വെക്കുന്നതിന് തുല്യമാണത്. ജനത്തെ കൂടെ നിർത്താനുള്ള സകല അഭ്യാസങ്ങളും. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ വ്യക്തിപരമായി ജനത്തെ കൂടെ നിർത്താൻ നടത്തുന്ന അഭ്യാസങ്ങൾക്കും കെണിയുണ്ട്. അത് ധ്യാനത്തിന്റെ ഫീൽഡിലാണെങ്കിൽ പോലും, ഏത് ഫീൽഡിലാണെങ്കിലും. പുതിയ നിയമത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഇതേ ഒരു പ്രവർത്തനം കിടക്കുന്നുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ അതിന് 10ഉം 11ഉം തിരുവചനങ്ങളാണ്. ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തിന് ശേഷം കുറേ ഫരിസയർ അല്ലെങ്കിൽ അവിടുത്തെ ജന നേതാക്കന്മാർ ഈശോയെ കാണാൻ വേണ്ടി വരികയാണ്. അവർ ഈശോയെ കാണാൻ വേണ്ടി വരുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ലാസറിനെയും കൂടി ഒന്ന് കാണുക എന്നുള്ളതാണ്. തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ലാസറിനെ കൂടി കൊല്ലാൻ, യേശുവിനെ മാത്രമല്ല ലാസറിനെ കൂടെ കൊല്ലാൻ തീരുമാനം എടുക്കുക. കാരണം എന്താ? യഹൂദരെ വിട്ട് ഒരുപാട് പേര് യേശുവിലേക്ക് വരുന്നു. അന്നൊക്കെ ജനം നമ്മളെ വിട്ടു പിരിയാൻ തുടങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണത്. നിങ്ങൾ പഴയ നിയമത്തെ വായിച്ചിട്ടില്ലേ? മോശ മലമുകളിലേക്ക് പോയപ്പോൾ അഹറോന്റെ നേതൃത്വത്തിൽ ജനം താഴെ നിൽക്കുമ്പോൾ
ജനങ്ങളെല്ലാം പതുക്കെ പതുക്കെ വിട്ടു പിരിഞ്ഞ് പോകാൻ തുടങ്ങി കഴിയുമ്പോൾ അഹറോന്റെ തലയിലും പിശാച് ഇങ്ങനത്തെ സംഗനം കൊടുത്തു. ജനത്തെ കൂട്ടത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി. അതുപോലത്തെ ഒരു തകർച്ച വന്ന് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ചിന്തിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 19-20 അവർ കൺക്ലൂഷൻ എടുക്കുകയാണ്. അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഈ ഒരു സ്പിരിറ്റ് കിടക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഈശോയുടെ കാലത്തും ഈ ലോകത്തിന്റെ അരൂപിയുണ്ട്. വീണ്ടും അടുത്തൊരു കാലഘട്ടം, അപ്പസ്തോലിക കാലഘട്ടം. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ ഇതേ സ്പിരിറ്റിൽ ശത്രുക്കൾ വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാമത്തെ അധ്യായത്തിന്റെ 45-ാം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസൂയ പൂണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ എതിർക്കുകയും അവനെ ദുഷിക്കുകയും ചെയ്തു. അപ്പോൾ ജനങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ, പൗലോസ്ലീഹ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഓടിക്കൂടുന്നത് കണ്ടപ്പോൾ ജെറോബോവാമിനുണ്ടായ അതേ അസൂയ, ഈശോയുടെ കൂടെ ജനങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ യഹൂദർക്കുണ്ടായ അതേ അസൂയ, പൗലോസിന്റെ കൂടെ ജനത്തെ കണ്ടപ്പോൾ അതേ സ്പിരിറ്റ് വർക്ക് ചെയ്യാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്താണ് ശരിക്കും ഉണ്ടാകേണ്ട മനോഭാവം? എന്താണ് ഉണ്ടാകേണ്ട മനോഭാവം? ഉണ്ടാകേണ്ട മനോഭാവം സ്നാപക യോഹന്നാനിൽ സുവ്യക്തമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിന് 36-37 തിരുവചനങ്ങൾ. Gospel of St. John chapter 1 verse 36 and 37. യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്നാപക യോഹന്നാനും 2 ശിഷ്യന്മാരും സംസാരിച്ചുകൊണ്ട് നിൽക്കപ്പോൾ ഈശോ നടന്നു വരുന്നത് കണ്ട ഉടനെ എങ്ങനെയെങ്കിലും സ്നാപകൻ ഉടനെ ഇവര് പിന്നെ ഈശോനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈശോനെ കാണിക്കാതെ മാറ്റി നിർത്തല്ല. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ തൻ്റെ കൂടെയുള്ള 2 ശിഷ്യന്മാർ യേശുവിലേക്ക് പോകുന്നത് കണ്ട് ഹൃദയ തുറവിയോടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുന്ന സ്നാപക യോഹന്നാനാണ് നമ്മളെ ചലഞ്ച് ചെയ്യേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവജനം യേശുവിലേക്ക് വരട്ടെ. ഓരോ ഫേസ്ബുക്കുകളിലും യൂട്യൂബുകളൊക്കെ നമ്മൾ പല പോസ്റ്റുകളും ചെയ്തിട്ട് ഇതിനെ നമ്പറുകൾ കൗണ്ട് ചെയ്യുമ്പോഴത്തെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് യേശുവിലേക്ക് ജനങ്ങൾ വരുന്നതിൻ്റെ ആനന്ദമാണോ അതോ നമ്മുടെ ടോക്ക് കാണുന്ന ആനന്ദമാണോ ആത്മശോധന ചെയ്യണം. നമ്മിലേക്കല്ല യേശുവിലേക്ക് ജനം പോകുന്നതിന് സന്തോഷം തോന്നണം. എല്ലാ കാലഘട്ടങ്ങളിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 11-12 തിരുവചനങ്ങൾ. അവൻ പത്രോസിനെ യോഹന്നാനെ വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട സോളമന്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി. ഇത് കണ്ട് പത്രോസ് അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിനതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിവ് കൊടുത്തെന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ച് നോക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, മുടന്തനായ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചത് കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം കൂടെ പത്രോസിനെ പിന്നെ സ്ലീഹന്മാരൊക്കെ ഓടിക്കൂടി കഴിഞ്ഞപ്പോൾ ഉടനെ പത്രോസ് എന്താ ചെയ്തത്? നിങ്ങൾ അടുത്ത വചനം വായിക്ക്. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ എന്തെന്നെ സൂക്ഷിച്ചു നോക്കുന്നത്? നസറായ യേശുവിന്റെ നാമത്തിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ജനത്തെയും ഈ മുടന്തനെ അടക്കം ദേവാലയത്തിൽ പ്രവേശിപ്പിക്കുകയല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെ ശരിക്കും പറഞ്ഞ പത്രോസിലേക്ക് ഓക്കെ എല്ലാം മഹത്വം പുകഴ്ച അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിക്കുന്ന ഒരു വിഗ്രഹാരാധനയ്ക്ക് തുല്യമായ അപകടത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ യോഹന്നാൻ 5:41 പഠിപ്പിക്കുന്നത്, മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. ഈശോ തീർത്തു പറഞ്ഞു, മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. യോഹന്നാൻ 12:43 ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. അധികാരികളെ കുറിച്ച് ജനത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. മർക്കോസ് 12 വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അവൻ ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യ സ്ഥാനങ്ങളിൽ വിരുന്നുകളിൽ അഗ്രാസനം ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അത് അന്നത്തെ കാലത്തെ ഫരിസേയ പ്രമാണികളെ കുറിച്ചാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ചല്ല ചിന്തിക്കണം, അവനവനെ കുറിച്ച് ചിന്തിക്കണം. നമുക്ക് ഈ മനുഷ്യരുടെ പ്രോത്സാഹനം, മനുഷ്യരുടെ സ്നേഹം, മനുഷ്യരുടെ ഒരു അഹമ്പടി, കയ്യടികൾ, ആൾക്കാർ കൂടെ ഉണ്ടെന്നുള്ളൊരു ബലം, ഇതല്ല പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഈ ജനക്കൂട്ടം ഇങ്ങനെ കൂടെ നിന്നുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാന്ന് മനസ്സിലാക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അത് നമുക്ക് മനസ്സിലാക്കാൻ മനോഹരമായ രംഗമുള്ളത് അമസ്യ രാജാവാണ്. ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിന്റെ 7ഉം 8ഉം തിരുവചനങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലം ഞാൻ ആദ്യം നിങ്ങളോടൊന്ന് പറയാം. ഇവിടെ അമസ്യ എന്ന് പറഞ്ഞ രാജാവ് ഒരു യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അവൻ പല സ്ഥലങ്ങളിൽ നിന്ന്, യൂദ അല്ലെങ്കിൽ ബെഞ്ചമിൻ, പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ എല്ലാം കൊണ്ട് ധാരാളം പേരെ സംഘടിപ്പിച്ചു. അതിനുശേഷം ഇസ്രായേൽ 1,00,000 പേരെയും കൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകാൻ നിങ്ങളുടെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ദൈവപുരുഷൻ വന്ന് പറയുന്ന കാര്യങ്ങളാണ് തുറന്ന് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു, രാജാവേ, ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത്. കർത്താവ് എഫ്രായിംകാരായി ഇസ്രായേലൊരു കൂടെ ഇല്ല. ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവ ശത്രുവിൻ്റെ മുൻപിൽ നിന്നെ വീഴ്ത്തും. സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും. അപ്പോൾ ദൈവപുരുഷൻ വന്നത് പറയാണ്, നീ ഇങ്ങനെ ആൾക്കാരെ കൂലിക്കെടുത്താൽ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് യുദ്ധം വിജയിക്കും വിചാരിച്ച് നീ പോകരുത്. നിനക്ക് ദൈവം തന്നത് കൊണ്ട് നീ പോവുക. ബാക്കി 1,00,000 പേരെ വെറുതെ കൂലിക്കെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പറഞ്ഞെന്താ, സഹായിക്കാനും പരിത്യജിക്കാനും കർത്താവിന് കഴിയും എന്ന് പറഞ്ഞ കർത്താവാണ് ഇത് ചെയ്യുന്നത്. ഉടനെ അമസ്യ പറയുകയാണ്, അമസ്യ ദൈവപുരുഷനോട് പറഞ്ഞു, ഇസ്രായേൽ സൈന്യത്തിന് ഞാൻ 100 താലന്ത് വെള്ളി കൊടുത്തു പോയല്ലോ. ദൈവപുരുഷൻ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ തരാൻ കർത്താവിന് കഴിവുണ്ട്. അപ്പോൾ അമസ്യ എഫ്രായിൽ നിന്ന് വന്ന സൈന്യത്തെ പിരിച്ചുവിട്ടു. അവർക്ക് യൂദായോട് വലിയ അമർഷം തോന്നി. കോപാക്രാന്തരായി അവർ വീടുകളിലേക്ക് മടങ്ങി. അപ്പോൾ പറയുകയാണ്, ഞങ്ങൾ എഗ്രിമെൻ്റ് ഒപ്പിട്ട് പോയി, അതുകൊണ്ട് ഞങ്ങൾ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ തിരിച്ചു വിട്ടാൽ അവർക്ക് നമ്മളോട് വിഷമമാകും. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് അമസ്യ പറയുമ്പോൾ പറയുകയാണ്, നിനക്ക് എത്ര താലന്ത് കൊടുത്തേ? അത്രയും താലന്തിന് വെള്ളിയേക്കാളും സ്വർണ്ണത്തെക്കാളും കൂടുതൽ തരാൻ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കണം. ഉടനെ അമസ്യ അത് കേട്ടിട്ട് അവരെ മാറ്റിവിടുക. ആ യുദ്ധത്തിൽ അവർ മനോഹരമായിട്ട് വിജയിക്കുന്ന രംഗമാണ് അവിടെ കണ്ടുവരുന്നത്. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കുള്ളതിൽ നമ്മുടെ ആൾബലം, നമ്മുടെ കരബലം, നമ്മുടെ രാഷ്ട്രീയ സ്വാധീനം, നമ്മുടെ സാമ്പത്തികമായ സംഗതികൾ, നമ്മുടെ കെട്ടുറപ്പ്, ഇതൊന്നും അല്ല വിജയത്തിന്റെ അടിസ്ഥാനം. സഭയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സംഗതിയാണെന്ന് വിചാരിക്കരുത്. അല്ല, നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ കെട്ടുറപ്പെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിക്കൂട്ടുന്ന കുറച്ച് സംഗതികളല്ല, ഒരു ദൈവശക്തിയാണ് പ്രധാനപ്പെട്ടത് എന്ന് വിചാരിച്ച് ആൾക്കാർ വേണ്ടെന്നോ അതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്ന സെൻസിൽ തന്നെ പോയാലേ മനസ്സിലാകുള്ളൂ. ജെറമ്യ 9:23-24 പഠിപ്പിക്കുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തൻ്റെ ബലത്തെ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. ആൾക്കാരുണ്ട്, കൂടെ ഉണ്ടെന്നുള്ള ബലം വേണ്ട. വീണ്ടും സങ്കീർത്തന പുസ്തകം പഠിപ്പിക്കുകയാണ്, പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല, ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. ജെറോബോമിൽ കർത്താവ് പ്രസാദിച്ചില്ല. ചിന്തിച്ചു നോക്ക്, ജനത്തെ കൂടത്തിൽ നിർത്താൻ വേണ്ടി കുറെ അഭ്യാസങ്ങൾ കാണിച്ചവരെ അല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന മുഴുവൻ ജനങ്ങളെയും കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവിനെ ഭയപ്പെടുന്ന, കർത്താവിനോട് അധ്വാനിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഈ ആൾബലത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നതും ദൈവത്തിന് മഹത്വം കൂടാതെ ചെയ്തു കൂട്ടുന്നതെല്ലാം ഒരു സമയം കഴിയുമ്പോൾ ഇല്ലാതായിത്തീരും. അത് ബൈബിൾ പഠിപ്പിക്കുന്ന സംഗതിയാണ്. അത് നമ്മൾ വായിക്കുന്നത് യേശയ്യാ 30:16
എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത് വന്ന കർത്താവിന് സ്വസ്ഥമായിരുന്ന് കർത്താവിനെ ആശ്രയിച്ച് കർത്താവിൻ്റെ വചനം കേട്ട് അങ്ങനെ കയറി വരാൻ വേണ്ടി പറയുമ്പോൾ കൊടുക്കുന്നൊരു മറുപടിയാണ്. നിങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ശീഘ്രം സഞ്ചരിക്കും, അതിനാൽ നിങ്ങൾ വേഗം അകന്നു പോകും. ഞങ്ങൾ ശീഘ്രതയുള്ള പടക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. അതിനാൽ നിങ്ങളെ പിന്തുടരുന്നവരും അതിവേഗമായിരിക്കും വരിക. നമ്മളെ പിന്തുടരുന്ന ശത്രുവായി പിശാച് അതിവേഗം വന്ന് ഇതെല്ലാം ചവിട്ടിക്കലക്കി നിരത്തി കളയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്നെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ അഭയം പ്രാപിച്ച് കർത്താവിലേക്ക് ജനത്തെ എത്തിക്കുന്ന, തന്നിലേക്കല്ല, അങ്ങനെയുള്ളവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത ഒരു പെട്ടെന്നൊരു വളർച്ചയായിരിക്കുകയല്ല, പക്ഷേ ഒരു വളർച്ച സ്ഥായിയായ വളർച്ചയായിരിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുള്ള സമയം, അവിടുന്ന് അരുകെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ എന്നുള്ള വചനം ഓർക്കാം. കർത്താവ് അരുകെയുള്ളപ്പോൾ മർത്താമറിയാൻ സംഭവത്തിൽ മറിയം കർത്താവ് അരുകെയുള്ളപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ഇരുന്നത് പോലെ ഹൃദയം കൊണ്ട് കർത്താവിന് ഏറ്റവും അടുത്തായിരിക്കാം. ഈശോയോട് പറയുകയാണ്, കർത്താവേ, പലതരത്തിൽ എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനകളുണ്ട്, ആരോടും പറയാത്ത ഹൃദയത്തിന് ഒരുപാട് നൊമ്പരങ്ങളുണ്ട്, ഒറ്റയ്ക്കിരുന്ന് രാത്രി ഒരുപാട് കരഞ്ഞു തീർത്ത ഉറക്കമൊളിച്ച രാത്രികളുണ്ട്. ദൈവം എൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള വേദനകളുണ്ട്. മറ്റുള്ളവരെന്നെ പറഞ്ഞ ചില കുത്തുവാക്കുകൾ, ചിലക്ക് എന്നോട് പെരുമാറിയ വിധങ്ങൾ, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് സൗഖ്യം നൽകണം, എനിക്കൊരു വിടുതൽ നൽകണം. ഉള്ളൊരുകി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ നാഥ നസ്രായനേശുവേ, ദാവീദിൻ സുതനേ, എന്നിൽ അലിവു തോന്നണേ. ഈശോയെ ശരീരത്തിൽ ഒരുപാട് രോഗപീഠകൾ അനുഭവിക്കുന്നുണ്ട്. ഒരു രോഗം കഴിയുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ ഒരുപാട് രോഗപീഠകൾ ചികിത്സിച്ചിട്ട് മാറുന്നില്ല. മരുന്ന് കുടിച്ച് മടുത്ത് കർത്താവേ, കുടുംബാംഗങ്ങളുടെ രോഗപീഠകളും കഷ്ടപ്പാടുകളും, മക്കളുടെ ഒരുപാട് തരത്തിലുള്ള ശരീരത്തിന് അസ്വസ്ഥതകൾ. ലൂക്കാ 6:19 അവരുടെ ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി. ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവ്, അങ്ങ് ഇവിടെ ഉണ്ട്, എന്നെ തൊട്ട് സുഖപ്പെടുത്തണം കർത്താവ്. ഉള്ളുരുകി പ്രാർത്ഥിക്കും. സൗഖ്യം നൽകണമേ ഈശോ, നാഥ നസ്രായനേശു, എന്നെ തൊടാതെ പോകരുത് കർത്താവ്. ദാവീദിൻ സുതനേ, എന്നിൽ അലിവു തോന്നണേ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ, യേശുവേ. പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. രോഗികൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗപീഠകളെ ബന്ധിക്കുന്നു. മനസ്സിന്റെ മുറിവുകൾ വിട്ടുമാറി സൗഖ്യം പ്രാപിക്കട്ടെ.